അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇതിലിപ്പോൾ ഒരുപാട് കബറുകളെ നമുക്ക് കാണുന്നുണ്ട്. ഈ കബറിൽ ഒരാൾ വലിയ നാട്ടിൽ 5000 സ്ക്വയർ ഫീറ്റ് വീടുള്ള ഒരു മനുഷ്യന്റെ കബർ ഇതിലുണ്ട്. അതുപോലെ വലിയൊരു ബിസിനസ്സുകാരൻ നാട്ടിലും ഗൾഫിലുമായിട്ട് വലിയ ബിസിനസ് നടത്തുന്ന വലിയൊരു ബിസിനസ്സുകാരന്റെയും കബർ അതിലുണ്ട്. അതുപോലെ ഒരു വെറും പാവപ്പെട്ട ചെറ്റപ്പരയുള്ള ഒരുത്തന്റെ കബറും അതിലുണ്ട്. അപ്പൊ ഇത്രയും കബറിൽ ഞാൻ ചോദിക്കട്ടെ, വലിയൊരു ബിസിനസ്സുകാരൻ നാട്ടിലും ഗൾഫിലുമായിട്ട് ഫ്ലാറ്റും ഉള്ള വലിയ ബിസിനസ്സുകാരന്റെ കബർ ഇതിലേത് എന്ന് നിങ്ങളോട് ഞാൻ ചോദിച്ചാൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഒരിക്കലും കാണിച്ചു തരാൻ പറ്റില്ല. കാരണം എല്ലാം അള്ളാഹുവിന്റെ മുമ്പിൽ ഒരുപോലെ, എല്ലാം മണ്ണാണ്. ആർക്കും ഒരു പ്രത്യേകത. ബിസിനസ്സുകാരൻ എന്ന് പറഞ്ഞിട്ട് അവന്റെ കബറിനെ പൊക്കി വെച്ച് വലിയ ഒരു ആഡംബരമാക്കാനൊന്നും പറ്റില്ലല്ലോ. എല്ലാം ഒരുപോലെ അല്ലേ? അന്ന് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാം, ദുനിയാവെന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മളിവിടെ എത്ര സമ്പാദിച്ചാലും നമുക്കത് കൊണ്ടുപോകാൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മളെ കബറിന്റെ മുകളിൽ ഇതാ ഞാൻ ബിസിനസ്സുകാരനാണ്, എന്റെ കബർ എങ്ങനെയാണെന്ന് എഴുതി വെക്കാനും പറ്റില്ല. കബറിന്റെ അകത്തെ കാര്യം എടുത്തു നോക്കിയാലും ചിലപ്പോൾ ബിസിനസ്സുകാരന്റെ കബർ ശിക്ഷിക്കപ്പെടുന്നുണ്ടാവും. ഏറ്റവും ചറ്റപ്പുരയിൽ താമസിച്ച ദുനിയാവിന്റെ കബർ, അവന്റെ കബറിന്റെ അടി ഇപ്പോൾ 5000 സ്ക്വയർ ഫീറ്റ് ആക്കി അള്ളാഹു കൊടുത്തിരിക്കാം, സ്വർഗത്തോപ്പാക്കി കൊടുത്തിരിക്കാം. അത് അവന്റെ സൽക്കർമ്മങ്ങളായിരിക്കും അവിടെ രക്ഷയ്ക്ക് വരിക. ബിസിനസ്സുകാരനാണെങ്കിൽ അവന്റെ ബിസിനസ്സോ അവന്റെ ഒന്നും അവന്റെ സമ്പാദ്യം അവന് സക്കാത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ, പാവപ്പെട്ടവർക്ക് ദാനധർമ്മങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അവന്റെ കബർ എന്തായിരിക്കും അവിടെ 5000 സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ സ്വർഗത്തോപ്പാക്കി അള്ളാഹു കൊടുക്കും. അപ്പോൾ നമ്മൾക്ക് ഇതിൽ നിന്ന് തന്നെ ചിന്തിക്കാം, ദുനിയാവിൽ നമ്മൾ എത്ര വലിയ ബിസിനസ്സുകാർ, എത്ര വലിയ പൈസ ഉണ്ടെങ്കിലും നമ്മൾ കബർ എല്ലാവർക്കും ഇരുണ്ടതായിരിക്കും. നോക്കാം, ഈ വീഡിയോയിൽ തന്നെ നോക്കാം. വീഡിയോ തന്നെ നമുക്ക് കാണിച്ചു തരും എങ്ങനെയാണ് കബറിൽ കിടക്കേണ്ടത്, എന്താണ് നമ്മളുടെ യഥാർത്ഥ നാളത്തെ വീട്, ശാശ്വതമായ വീട് എന്താണെന്ന് ഈ വീഡിയോയിൽ നമുക്ക് ശരിക്കും വിവരിച്ചു തരുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് നോക്കിയാൽ ഏതൊരു ബുദ്ധിയുള്ളവനും ചിന്തിക്കാം, നമ്മളിവിടെ എന്തിനാണ് ജീവിക്കേണ്ടത്, എന്തിനാണ് നമ്മൾ അള്ളാഹുവിടെ സൃഷ്ടിച്ചത്, ദുനിയാവിനെ കുറിച്ച് അള്ളാഹു എന്താണ് പരിചയപ്പെടുത്തിയതെന്ന്. അപ്പൊ ഇതൊക്കെ നോക്കിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ എത്ര വിലയുടെ ആഡംബരത്തോടെ ജീവിച്ചാലും ആ പൈസയൊക്കെ മറ്റുള്ളവർക്ക് ഉപകാരത്തിന് കൊടുക്കണം. സമ്പത്ത് ദാനധർമ്മങ്ങൾ കൊടുക്കണം. നമ്മളെ സെൽഫിന് വേണ്ടി മാത്രം ഉപയോഗിച്ച് ഹറാമ് തിന്ന്, പലിശ തിന്ന്, ലോൺ എടുത്ത് ഒരുപാട് ഉണ്ടാക്കിയിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഹറാമാണ്. നമ്മൾ നിസ്കരിക്കാതെ, നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് കൂടുതൽ സമയം കൊടുക്കാതെയുള്ള പൈസ ഇങ്ങനെ ഉണ്ടാക്കി ഇന്നല്ലെങ്കിൽ നാളെ മരണപ്പെട്ടു പോയാൽ നമ്മൾ കിടക്കേണ്ട വീട് നോക്കുക. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മളുടെയൊക്കെ കാര്യങ്ങൾ. അവിടെ നമ്മൾക്ക് നേരെ സുഖമായി വിശാലമായി കിട്ടണം, നമ്മൾക്ക് നല്ല ആഡംബരമായിട്ട് അല്ലെങ്കിൽ നല്ല സ്വർഗത്തോപ്പായി കിട്ടണമെങ്കിൽ അവിടത്തേക്ക് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, അവിടെ വിജയിക്കണമെങ്കിൽ, അവിടെ നമുക്ക് സ്വർഗത്തോപ്പാക്കി കിട്ടണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച്, അതിനുവേണ്ടിയുള്ള സൽക്കർമ്മങ്ങൾ, അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്താൻ വേണ്ടിയാണ് നമ്മളുടെ ഓരോരുത്തരുടെ ജീവിതം. ഇവിടെ പണവും പ്രശസ്തിയും ഒരുപാട് ഫോളോവേഴ്സും അതുപോലെ തന്നെ ഒരുപാട് ക്ലയൻസിനെയും ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. ഒരാളുടെ ദുആവും അവിടെ നമുക്ക് പ്രതിഫലം വരില്ല. നിങ്ങളുടെ മക്കളെ നിങ്ങൾ സ്വാലിഹാക്കിയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ മക്കൾ നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുന്ന മക്കളാക്കി വളർത്തിയിട്ടുണ്ടെങ്കിൽ അവരുടെ പ്രാർത്ഥന മാത്രമേ അവിടെ നിങ്ങൾക്ക് ഉപകാരത്തിന് വരൂ. നിങ്ങൾ ചെയ്ത സൽക്കർമ്മങ്ങൾ, അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ കൊടുത്ത സമയം, അത് മാത്രമായിരിക്കും ആ ഖബർ നമ്മൾക്ക് രക്ഷപ്പെടും.